Hi students, നമ്മൾ already എന്ത് Woodward fieser rule for dienes or conjugated dienes or trines കണ്ടു. ഇനി നെക്സ്റ്റ് നമ്മൾ അരോമാറ്റിക് കോമ്പൗണ്ട്സിന്റെയാണ് കാണുന്നത്. അപ്പൊ അരോമാറ്റിക് കോമ്പൗണ്ട്സിൽ ഇതേപോലെ തന്നെയാണ് ബേസ് വാല്യൂസ്. നമുക്ക് കുറച്ചെണ്ണത്തിന്റെ ബേസ് വാല്യൂസ് അറിഞ്ഞു വെക്കണം. These are the base values for some compounds. Ketone, aldehyde, acid, ester ഒക്കെ ഉള്ള കേസിൽ അവരുടെ പിന്നെ ബേസ് വാല്യൂ. പിന്നെ ഇൻഗ്രീമെന്റ്സ് പിന്നെ alkyl groups or ring residue at ortho or meta പൊസിഷനിലാണെങ്കിൽ 3, പിന്നെ പാരാ പൊസിഷനിലാണെങ്കിൽ 10. ഇനി എന്താണ് മെറ്റാ ഓർത്തോ പാരാ പൊസിഷനിൽ ഡിഫറെന്റ് ഗ്രൂപ്പ്സ് വരുമ്പോൾ അതിനെല്ലാം ഓരോരോ ഡിഫറെന്റ് വാല്യൂസ് ആണ്. അതും പഠിച്ചു വെക്കുക. എന്നിട്ട് നമ്മൾ ഓരോന്ന് എക്സാമ്പിൾ എടുത്ത് നോക്കാം. അപ്പൊ ഇതെന്താണ് കീറ്റോൺ ആണല്ലേ. അപ്പൊ കീറ്റോണിന്റെ ബേസ് വാല്യൂ. പിന്നെ അവിടെ എന്തൊക്കെയുണ്ട്? രണ്ട് മെറ്റാ പൊസിഷനിൽ ആരുണ്ട്? ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഉണ്ട്. പാരാ പൊസിഷനിൽ മെറ്റാ പൊസിഷനിൽ വരുമ്പോൾ എത്രയാണെന്ന് നോക്കുക. അതിന്റെ വാല്യൂ പാരാ പൊസിഷൻ അതിനെല്ലാം കൂടെ കൂട്ടിയിട്ട് എഴുതാം. അതേപോലെ ഇനി അടുത്ത ഉദാഹരണം ഇതെന്താണ് ബേസ്? നമുക്ക് എടുക്കുക ആസിഡ് ആണ്. അപ്പൊ ആസിഡിന്റെ ബേസ് വാല്യൂ. പിന്നെ മെറ്റാ പൊസിഷനിലുണ്ട് 2 മെറ്റാ പൊസിഷൻ. അപ്പൊ 2 × 7 വരും. പിന്നെ ഒരു പാരാ പൊസിഷനിലുള്ള കോമ്പൗണ്ട്. ഇനി വേറൊരു ഉദാഹരണം എടുക്കുക. ഇതെന്താണ്? നമുക്ക് OCH3 ഇതാണ് അല്ലെ. അപ്പൊ അതിന്റെ വാല്യൂ എന്താണ് എന്നുള്ള നോക്കുക. പിന്നെ എന്താണ് ഇവിടെ എന്താണ്? മെറ്റാ പൊസിഷനിലും പാരാ പൊസിഷനിലും റിംഗ് റെസിഡ്യൂ ഉണ്ട്. അപ്പൊ ആ റിംഗ് റെസിഡ്യൂന്റെ വാല്യൂ. പിന്നെ എന്താണ്? ഇത് കീറ്റോൺ ആയിട്ടാണ് എടുത്തത് കേട്ടോ, കീറ്റോൺ. അപ്പൊ കീറ്റോണിന്റെ റിംഗ് റെസിഡ്യൂ, പിന്നെ റിംഗ് റെസിഡ്യൂ ആയിട്ട് ഇവിടെ ഒരു റിംഗ് റെസിഡ്യൂ, പിന്നെ OCH3 എന്ന് പറഞ്ഞിട്ട് മെറ്റാ പൊസിഷനിൽ അത് സബ്സ്റ്റിറ്റ്യൂഷന്റെ വാല്യൂ. ഇതൊരു റിംഗ് റെസിഡ്യൂ കീറ്റോൺ ആയിട്ട് എടുത്തു. അപ്പൊ പക്ഷെ ഇത് റിംഗ് റെസിഡ്യൂ ആയിട്ട് അങ്ങനെ കുറെ ഉദാഹരണങ്ങൾ ഇനിയും നിങ്ങൾക്ക് ടെസ്റ്റിൽ കാണാം. ഇത് ഏതിന്റെ കേസിലാണ്? അരോമാറ്റിക് കോമ്പൗണ്ട്സ് ആണ്. നമ്മൾ നേരത്തെ കോൺജുഗേറ്റഡ് ട്രൈൻസ് ഡൈൻസ് കണ്ട്. ഇതിനി അരോമാറ്റിക് കോമ്പൗണ്ട്സ് ആണ്. അപ്പം പക്ഷെ നമ്മൾ ബേസിക് വാല്യൂ കണ്ടുപിടിക്കണം, പണ്ട് പഠിച്ചിരിക്കണം. മറ്റേതും എപ്പോഴും ഓർമ്മിച്ചിട്ട് മാത്രം ഓരോ എക്സാമ്പിളും ചെയ്യാം. താങ്ക് യു.